നമ്മളൊരു സ്ത്രീയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയായി നമ്മൾ ജനിച്ചു, പിന്നെ പീരിയഡ്സ് ആവുന്ന ഒരു സമയം, പീരിയഡ്സ് റിലേറ്റഡ് ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഒരു സമയം, ശേഷം കല്യാണം കഴിയുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു 40കളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മെനോപോസ്, അതായത് പീരിയഡ്സ് നിൽക്കുന്ന ഒരു സാഹചര്യം, പീരിയഡ്സ് നിൽക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജനനം മുതൽ അത് പീരിയഡ്സ് ആവുന്നത് മുതൽ പീരിയഡ്സ് നിന്നതിനും അതിനുശേഷവും ഒത്തിരി ചേഞ്ചസ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. ഇതിലൊരു 40s ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിമെനോപോസൽ സ്റ്റേജാണ്. അതായത് പീരിയഡ്സ് നിൽക്കാൻ പോകുന്ന ഒരു സമയമാണ് പെരിമെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് ശരീരത്തിലുണ്ടാകും. പല എബ്സോർപ്ഷൻസ്, കാൽഷ്യം എബ്സോർപ്ഷൻ കുറയും, നമ്മുടെ ബോൺ വീക്കാവും, ഡീജനറേറ്റീവ് ചേഞ്ചസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ശരീരത്തിൽ ക്ഷീണം, വല്ലാണ്ട് ചൂട്, തളർച്ച, ഉറക്കക്കുറവ്, ദേഷ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്ന ഒരു കാലഘട്ടമാണത്. ആ ഒരു സമയത്ത് വളരെ ഫലപ്രദമാണ് ഈ ഒരു ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ. കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ അല്ലാണ്ടോ എപ്പോഴാണെങ്കിൽ പോലും നമ്മൾക്ക് സ്ത്രീകളൊരു 40 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ഒരു ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ അത്യാവശ്യമാണ്, അവരുടെ ശരീരബലം നിലനിർത്തുവാനും ഓജസ് നിലനിർത്തുവാനും വേണ്ടിയിട്ട്.